അഭിലാഷ് തുടർച്ചയായി ഷിരൂരിലെത്തി റിപ്പോർട്ട് ചെയ്ത ഇതിൻ്റെ വിവിധ ഘട്ടങ്ങളിലെല്ലാം തന്നെ ആദ്യത്തെ മുഴുവൻ ഘട്ടങ്ങളിലും ഷിരൂരിലെത്തി റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറാണ് AK അഭിലാഷ്. ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത് രണ്ടാം ഘട്ട തിരച്ചിലിന് ശേഷമാണ് ഈ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഇന്നലെ ജിതിൻ, അർജുൻ്റെ സഹോദരി ഭർത്താവ് പറയുകയും ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ മനാഫ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കും എന്ന് പറയുമ്പോൾ അന്നു മുതൽ ഉണ്ടായിട്ടുള്ള പല വിഷയങ്ങൾ ഇതിലുണ്ട് എന്ന് അഭിജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ, അർജുൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുമ്പോൾ ഇന്നിപ്പോൾ ഈ മനാഫിൻ്റെ വിശദീകരണത്തിലൂടെ അല്ലെങ്കിൽ മനാഫ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഈ വിവാദങ്ങളെല്ലാം തന്നെ അവസാനിക്കുമെന്ന് കരുതാൻ സാധിക്കുമോ? മാത്രമല്ല, ഇപ്പോൾ ഈ അതിരൂക്ഷമായ സൈബർ ബുള്ളിങ് ആണ് രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അർജുൻ്റെ കുടുംബത്തിന് നേരിടേണ്ടി വരുന്നത്. അർജുൻ്റെ ഭാര്യയ്ക്ക്, സഹോദരങ്ങൾക്ക്, മകന് എതിരെ പോലും വളരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണം, മോശം പ്രതികരണം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ടാകുന്നുണ്ട്. അതിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്യുന്നു. മനാഫ് ഇപ്പോൾ പറഞ്ഞതിലൂടെ എല്ലാത്തിനും ഒരു വിരാമമാവുമോ അഭിലാഷ്? നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്, എല്ലാത്തിനും വിരാമമാകുമെന്നുള്ള കാര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് ഏത് രീതിയിലേക്ക് പോകുമെന്ന് ഇപ്പോഴും കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം അത്രയേറെ സൈബർ അറ്റാക്കാണ് ആ കുടുംബം നേരിടുന്നത്. പ്രധാനമായും ഇപ്പോൾ മനാഫ് പറയുന്ന വിഷയം എന്ന് പറയുന്നത്, കാരണം രണ്ടാമത്തെ ഘട്ടത്തിൽ നിന്ന് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് വൈകാരികമായി താൻ ഇടപെട്ടത് കൊണ്ട് കൂടിയാണ് അത്തരത്തിലൊരു മൂന്നാം ഘട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം കൂടിയാണ് മനാഫ് വളരെ കൃത്യമായി തന്നെ പറയുന്നത്. ഏതായാലും മനാഫ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ അർജുൻ്റെ കുടുംബം നടത്തിയിരുന്ന ആ പത്രസമ്മേളനത്തെ തുടർന്നാണ് അവർക്ക് ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നത്. അതിന് മറുപടിയായിട്ട് കൂടിയാണ് താൻ ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിക്കുകയും അവരെ രക്ഷപ്പെടുത്താൻ, ഈ സൈബർ ബുള്ളിങ്ങിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം തൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നതെന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്താൻ ഏതെങ്കിലും തരത്തിൽ അതിന് പിന്നിൽ ആളുകളുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ പരിശോധന നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അപ്പോൾ താൻ ഇടപെടാം എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാനോ ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത്. ഏതായാലും അതോടൊപ്പം തന്നെ അർജുൻ്റെ കുടുംബം ഉയർത്തിയ ഓരോ പരാതികൾക്കും, അതായത് മനാഫിനെതിരെ ഉയർത്തിയ ഓരോ പരാതികൾക്കും മറുപടി നൽകിക്കൊണ്ടുള്ള ഒരു മറുപടി തന്നെയാണ് ഇന്ന് മനാഫിൻ്റെയും അതോടൊപ്പം തന്നെ മനാഫിൻ്റെ സഹോദരനായ മുബീൻ്റെയും ഭാഗത്തുണ്ടായത്. ഇത് ലോറിയുമായി ബന്ധപ്പെട്ട ഓണർഷിപ്പ് അടക്കമുള്ള വിഷയങ്ങൾ തങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. കാരണം കുടുംബവുമായി ബന്ധപ്പെട്ട് ഓരോ ബിസിനസ്സിൻ്റെ ഓരോ ഭാഗങ്ങൾ തങ്ങൾ ഓരോരുത്തരുമാണ് കൈകാര്യം ചെയ്തത്. അതിൽ കവിഞ്ഞ് അതിൽ മറ്റെന്തെങ്കിലും വിഷയമുണ്ടാക്കില്ല, അതിൽ ഏതെങ്കിലും തരത്തിൽ വിഷയമുണ്ടാക്കാൻ നിങ്ങൾ കൂടി ശ്രമിക്കരുത് എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഏതായാലും അർജുൻ്റെ കുടുംബത്തിന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രതിസന്ധികൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അവർക്കൊപ്പം തന്നെ ഞാൻ നിലയുറപ്പിക്കുമെന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തനിക്കെതിരെ ഉണ്ടാവുമെങ്കിൽ അപ്പോഴും താൻ പ്രതികരിച്ച് മുന്നോട്ട് വരുമെന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. ഏതായാലും ഈശ്വർ മൽപ്പയ്ക്കും അതോടൊപ്പം തന്നെ മനാഫിനുമെതിരെ അങ്കോള പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഏതായാലും കുടുംബത്തിൻ്റെ ആവശ്യം കൂടി പരിഗണിച്ച് അല്ലെങ്കിൽ വിമർശനം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരെ വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ യൂട്യൂബ് ചാനലിലെ പേജിൽ നിന്ന് അവരുടെ പ്രൊഫൈൽ പിക്ചർ, അതായത് അർജുൻ്റെ പ്രൊഫൈൽ പിക്ചറായിരുന്നു നേരത്തെ ഉപയോഗിച്ചിരുന്നത്, അത് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലോറിക്ക് അർജുൻ്റെ പേര് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും അവരുടെ അർജുൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ട് അതിൽ നിന്ന് താൻ പിൻവാങ്ങുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതായത് അർജുൻ്റെ കുടുംബം ഉയർത്തിയിരിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി നൽകുന്നു. അതോടൊപ്പം തന്നെ ഇതിനൊരു പ്രശ്നപരിഹാരത്തിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമം കൂടിയാണ്